കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഒരു നല്ല ദിവസം കൊടുത്തതിന് നന്ദി പറയുന്ന ഈശോയെ. എങ്കിലും ഇന്നലെ ഉറങ്ങാത്തവരുണ്ട് ഈശോയെ, നടുവേനകാരൻ ഉറങ്ങാത്തവരുണ്ട് ഈശോയെ, ശരീരത്തിൽ നീർക്കടല പോലെ ഇടയ്ക്ക് ഉറക്കം നഷ്ടപ്പെട്ടവരുണ്ട് ഈശോയെ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നിന്റെ തിരുമുറിവാന്ന് വലത് കരുത്ത് ഇപ്പം സ്പർശിക്കണേ ഈശോയെ. ശരീരത്തിൽ തളർച്ച അനുഭവിക്കുന്നവരുണ്ട് ഈശോയെ, കിടക്കാൻ ശരീരം പൊങ്ങിക്കിട്ടേണ്ടില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ തൊടണമെന്ന് പ്രാർത്ഥിക്കുക. അടിപ്പിണ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ഇടിച്ചിറങ്ങട്ടെ. അമ്മ പരിശുദ്ധമ്മ ദൈവമാതാവ്, കുരിശിൻ്റെ ചുവട്ടി മണിക്കൂറുകളോ നിന്ന അമ്മയുടെ ആ ആത്മശക്തി നിങ്ങളിലേക്ക് ആവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുശരീരം കയ്യിലേറ്റ് മേടിച്ചിട്ട് കല്ലറയ്ക്ക് സമർപ്പിക്കുന്നവരെ അമ്മ ഏറ്റെടുത്ത് ജോലി പൂർത്തിയാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും പ്രാർത്ഥിച്ചു നിന്ന അമ്മയുടെ ആത്മശക്തി എന്നൊരു അപാര ആത്മശക്തിയാണ്. അമ്മയുടെ ആത്മശക്തി നിങ്ങൾക്ക് നിങ്ങളാക്കട്ടെ, നിങ്ങൾക്ക് അവകാശമാക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല കടകളും കമ്പോളങ്ങളും നടത്തുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. റേഷൻ കട പോലെയുള്ള കടകളെ ഈശോ കാണിക്കുന്നുണ്ട്. അതിനുവേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതേപോലെ ലൈസൻസ് പോയവരുണ്ടാകാം, ചിലപ്പോൾ കാർഡുകാർ നഷ്ടപ്പെട്ടവരുണ്ടാകാം, ചിലപ്പോൾ ചരക്കുകൾ വേണ്ട സമയത്ത് വരണില്ല, പൈസ റീജിയണൽ ഓഫീസ് രജിസ്ട്രേഷൻ ഓഫീസിൽ താലൂക്ക് ഓഫീസ് കൊടുക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട് ചരക്ക് കിട്ടണില്ല, ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റണില്ല. അങ്ങനെ പലതരത്തിൽ കച്ചവടം കുറഞ്ഞവരുണ്ടാകാം. ഈശോ എന്തായാലും ഈശോ എന്ത് കച്ചവടം, എണ്ണക്കച്ചവടം ആയാലും അരിക്കച്ചവടം ആയാലും കച്ചവടക്കാരെല്ലാം നീ ആശീർവദിക്കണം പ്രാർത്ഥിക്കും. കച്ചവടങ്ങളൊക്കെ വന്ന കാരണം, വലിയ രീതിയിൽ കച്ചവടങ്ങൾ വന്ന കാരണം ചെറിയ കടക്കാരൊക്കെ പൂട്ടിപ്പോണവരുണ്ട് ഈശോയെ. അവർക്ക് ചിട്ടിക്കടവാണ്, ഭയങ്കര ജപ്തിയാണ്. അവരെങ്ങനെ ജീവിക്കും, എവിടെ പോയി ജീവിക്കും, ആര് സഹായിക്കുന്ന ഒരു പിടിയില്ലാതെ മനസ്സ് നുറുങ്ങി ജീവിക്കുന്നവരുണ്ട് ഈശോയെ. ഈശോയെ അവരെ സഹായിക്കണേ ഈശോയെ. കഴുത്തേലും കയ്യിലും ഒക്കെ പൊന്നൊക്കെ കിടക്കണം, എല്ലാം ഇമിറ്റേഷനാണ്. എന്നെപ്പോലുള്ളവരെ കാണും പറയാം, അച്ചായി കിടക്കണത് കാണുന്നതേ ഉള്ളൂ, എല്ലാം ഇമിറ്റേഷൻ. ഞാൻ അപ്പം തന്നെ 2 കൈയും അവരുടെ തലയിൽ വെക്കും. കർത്താവേ, പാവത്തിന് ഇതെല്ലാം മാറ്റാൻ ഇടയാക്കണം. അവൾക്ക് ഇപ്പം അതാണ് ആവശ്യം. അവളുടെ അഭിമാനം സംരക്ഷിക്കണം, അവിടെ നിലനിൽപ്പ് കൊടുക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്കൊരു വില ഉണ്ടാകണം. അല്ലെങ്കിൽ അത് കർത്താവിൻ്റെ നാമത്തിൽ എടുക്കാനുള്ള ആധ്യാത്മികമായ അഭിഷേകം ഉണ്ടാകണം. എല്ലാം എൻ്റെ മക്കളെ, എല്ലാം കർത്താവിലുണ്ട്. യേശു ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞല്ലേ, എല്ലാവരിലുമാണെന്ന്. കൊളോസ്യസ് 3:11 ഞാൻ എപ്പോഴും പറയണതല്ലേ, യേശു ക്രിസ്തു എല്ലാമാണ്. നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് ആവശ്യം, അത് യേശുവാണ്. അപ്പം അതുകൊണ്ട് യേശുവിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥ നിങ്ങൾ മുന്നേറുക. എൻ്റെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. 39 വർഷം അർപ്പിച്ച കുർബാനയുടെ ശക്തിയായി ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇത്രയും നാൾ നടത്തിയിട്ടുള്ള ശുശ്രൂഷകൾ, ഞാൻ പട്ടിണി നിന്ന് പോലും, രോഗിയായിട്ട് പോലും, കാല് ഒടിഞ്ഞിട്ട് ഞാൻ കസേര നീട്ടി വെച്ചിട്ട് പോലും 3 മണിക്കൂർ ഞാൻ കൺവെൻഷൻ നടത്തിയിട്ടുണ്ട്. അതെല്ലാം കർത്താവ് നീ ഇപ്പോൾ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കണം. എന്തെല്ലാം പോരായ്മ ഇപ്പോൾ അങ്ങ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്കുണ്ടോ, അതെല്ലാം നീ കണ്ടില്ലെന്ന് വെക്കണം കർത്താവേ. അവരെ നീ അനുഗ്രഹിച്ചുകൊണ്ട്, അവരെ നീ കൈപ്പാടെ പൊക്കിയതിന് കുഞ്ഞുങ്ങൾ എൻ്റെ ഇടയ്ക്ക് വരെ ആശീർവദിക്കുക, അവരെ തടയിൽ നടിച്ചത് അമ്മ കുഞ്ഞുങ്ങളെ മേടിച്ചു പോയ കർത്താവ്, എല്ലാ മക്കളെയും നീ നിന്നിലേക്ക് മേടിച്ചെടുക്കണമേ കർത്താവേ. എല്ലാവരുടെയും വേദനകളെ നീ മേടിച്ചെടുക്കണേ കർത്താവേ. എല്ലാവരുടെയും ഭാരങ്ങൾ നീ മേടിച്ചേക്കണേ കർത്താവേ. ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി വേദനപ്പെടുന്നു, ഭാരപ്പെടുന്നു, സങ്കടപ്പെടുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല, ഇറങ്ങിയില്ലെങ്കിൽ കടക്കാർ വന്ന് വളയുകയും ചെയ്യും. ഇങ്ങനെ ഗതികിട്ടി മുഴിമുട്ടിയൊക്കെ നിൽക്കുന്ന മനുഷ്യരെ കർത്താവ് തുടരണമേ കർത്താവേ. ശരീരത്ത് മുഴുവനും രോഗങ്ങൾ, മുഴുവനും പലതരത്തിലുള്ള ചൊറിച്ചിലുകൾ, അലർജി രോഗങ്ങൾ മൂലം കർത്താവേ, ഭക്ഷണത്തിന് ഇനി കുഞ്ഞുങ്ങളെ പോറ്റാനും ഒരു മാർഗം കാണുന്നില്ല. ഇങ്ങനെ പിന്നെ വീട്ടുകാരനാണെങ്കിൽ ഇങ്ങനൊരു വീടുണ്ടെന്നുള്ള ബോധം പോലും ഇല്ലാതെ കൂട്ടുകാരുമായിട്ട് കുടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ പേരിലൊക്കെ അമ്മമാർ വിഷമം അനുഭവിക്കുന്ന അമ്മമാരുണ്ട്, നേരെ മറിച്ചും തിരിച്ചും വരുന്നവരുണ്ട്. കർത്താവ്, ഇങ്ങനെ ഓരോ വിഷയങ്ങൾക്കും വേദന അനുഭവിക്കുന്നവരെ നീ ഇപ്പോഴവിടെ പത്രോസ് കടലിൽ മുങ്ങിപ്പോയപ്പോൾ അല്പവിശ്വാസി സംശയിച്ചത് എന്തിനെന്ന് പറഞ്ഞുകൊണ്ട് നീക്കവിടെ കയ്യെ പിടിച്ചൊരു ഈശോയെ. അതുപോലെ ഇപ്പം മുങ്ങിപ്പോകുന്ന, സങ്കടക്കടലിൽ മുങ്ങിപ്പോകുന്ന എല്ലാ മക്കളുടെയും കൈകളിൽ ഈ പ്രഭാതത്തിൽ നീ കടന്നു പിടിക്കണേ കർത്താവ്. നീ അവരെ കരകയറണേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നീ അനുഗ്രഹിക്കപ്പെടട്ടെ.